ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്ത ഭൂമിയായി നമ്മുടെ നാട് അവസാനിക്കുകയാണ്. എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, കേരളം ഏതാണ്ട് മണ്ണിനടിയിലാകാനായിട്ടുണ്ട്. മണ്ണിനെ നോവിച്ച് പ്രകൃതിയോട് ഇണങ്ങാത്ത രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് മനുഷ്യൻ ഇരന്നു വാങ്ങിയതാണ് ഈ ദുരന്തം എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത്. മുണ്ടക്കൈയിലേക്ക് എത്തിയ പോലീസ് നായയുടെ ചിത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഇപ്പോ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള മറ്റു കോൺഗ്രസ് നേതാക്കളും ദുരന്ത പ്രദേശത്ത് സന്ദർശനം നടത്തുന്ന വാർത്തയാണ് വരുന്നത്. നല്ലത്. സൈന്യത്തിന്റെ മികവാർന്ന പ്രവർത്തനത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ. കാരണം ഒരു നൂല് പോലെയുള്ള ഇരുമ്പ് വയറിൽ തൂങ്ങിയാടുവാണ് ഓരോ സൈനികന്റെ ജീവിതവും ദുരന്ത ഭൂമിയിൽ. ആ കമ്പിയിൽ പിടിച്ചു നിൽക്കുന്നു, വെള്ളച്ചാട്ടം വന്ന് ആ വെള്ളത്തിലേക്ക് അടിതെറ്റി വീഴുന്നു, വീണ്ടും ആ നൂൽ കമ്പിയിൽ പിടിച്ച് സ്വന്തം ജീവൻ രക്ഷപ്പെട്ടാൽ മാത്രമേ അക്കരയ്ക്ക് കിടക്കുന്ന ഒരുപാട് മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. മരണപ്പാച്ചിലാണ്. ഇവരുടെ ആരെങ്കിലും ആണോ അത്? അല്ല. എന്നാൽ അല്ലേ? ആണ്. ഈ സാഹചര്യത്തില് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സൈനികരെ മറക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് നമ്മളില്. പക്ഷേ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടല്ലോ, ഈ മേഖലയിൽ രക്ഷിക്കാനാകുന്ന എല്ലാ ആളുകളെയും ഇതിനോടകം രക്ഷിച്ചതായിട്ടാണ് സൈന്യത്തിന്റെ അറിയിപ്പ്. അവിടെ ആരും ഇനിയും ജീവനോടെ ബാക്കിയില്ല. മികവാർന്ന പ്രവർത്തനമായിരുന്നു സൈന്യത്തിൻ്റെത് എന്ന് മുഖ്യമന്ത്രിയും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ ഒരു നാട് മുഴുവനും ദുരന്തത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ ഒറ്റക്കെട്ടായി ഒരു ചങ്ങലയിലെ ഇതര കണ്ണികൾ എന്നതുപോലെ ഒത്തു നിൽക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന, സഹായിക്കാനും സഹകരിക്കാനും ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യന്മാരുടെ ജീവനു വേണ്ടി, ജീവിതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഇതുവരെ ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങളും നൽകാൻ തയ്യാറായി ഒരു വിഭാഗം പച്ചയായ മനുഷ്യരുണ്ട് ഇവിടെ. 15 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് എത്തിച്ചത്. ചൂരൽമലയിലെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കു വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വീണ്ടും തകർന്ന വീടുകൾക്കുള്ളിൽ തെരച്ചിൽ നടത്താൻ മുണ്ടക്കൈയിൽ സ്നിഫർ ഡോഗുകളെയും ഉപയോഗിക്കുന്നുണ്ട്. മണ്ണും മരങ്ങളും ചെളിയും അടിഞ്ഞുകൂടിയ നിലയിലാണ് മിക്ക വീടുകളും. ഇനി കണ്ടെത്താനുള്ള 240 പേരിൽ സാധ്യമായവരെയൊക്കെ ജീവനോടെ കണ്ടെത്താൻ തന്നെയായിരുന്നു രക്ഷാദൗത്യത്തിലുള്ള ആളുകളുടെ ശ്രമം. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ പരിക്കേറ്റ ആളുകൾ വയനാട്ടിലെയും കോഴിക്കോട്ടെയും മലപ്പുറത്തെയും വിവിധ ആശുപത്രികളിൽ ചികിത്സകളിലാണ്. പരിക്കില്ലാത്ത ആളുകൾ മേപ്പാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. പുലർച്ചെ 1:30 ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് രക്ഷപ്പെടുത്തിയ ആളുകൾ പറയുന്നു. ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ വീട് വിട്ടു ഓടി പ്രാണനും കൊണ്ട്. 3 മണിയോടെ വീണ്ടും ഉരുൾപൊട്ടി. അടുത്ത വീട്ടുകാരെയും വിളിച്ച് ഏറെ ദൂരത്തേക്കു മാറി. പാലം തകർന്നതുകൊണ്ട് മേപ്പാടിയിലേക്ക് എത്താനായില്ല. പല തവണ പുഴ കടക്കാൻ ശ്രമിച്ചു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ കഴിഞ്ഞു. ഒടുവിൽ വൈകുന്നേരത്തോടു കൂടിയാണ് രക്ഷാപ്രവർത്തകരായ ആളുകൾ എത്തുന്നത്. അവര് വന്ന് മണ്ണും മരങ്ങളും നീക്കി അക്കരെ കടക്കാൻ വഴിയൊരുക്കി. ഒരു JCBയുടെ ഒച്ച പോലെയാണ് കേട്ടത്. ഉപ്പാപ്പ പുറത്തേക്ക് ഇറങ്ങി ടോർച്ചടിച്ചു നോക്കിയെന്ന് ചെറിയ പയ്യൻ പറയുന്നു. അപ്പോഴേക്കും ആളുകളൊക്കെ വെളിച്ചവുമായി വരുന്നത് കണ്ടു, വെള്ളം വരുന്നത് കണ്ടു. അപ്പോ ഉടനെ ഉപ്പാപ്പ വന്ന് ഞങ്ങളെ വിളിച്ചു. പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ ഒരു നാട് മുഴുവനും ഒലിച്ചു പോകുന്ന വേദനാജനകമായ കാഴ്ച.
ഉറ്റവരും ഉടയവരും ഒക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ട്. പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. അത്രമാത്രം ഉള്ളൊഴുക്കോടുകൂടിയായിരുന്നു ആ മലവെള്ളം വന്നത്. ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ പട്ടികയിൽ വയനാട് 13ാം സ്ഥാനമാണ് ഇടം പിടിച്ചത്. കേരളത്തിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ 5ാമതാണ് വയനാട്. പ്രദേശങ്ങളിലെ പ്രധാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ISRO ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 17 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 147 ജില്ലകൾ ഉൾപ്പെടുത്തിയാണ് ദേശീയ തലത്തിൽ പട്ടിക ഇതുവരെ തയ്യാറായിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ തൃശ്ശൂരാണ് ആദ്യം. പട്ടികയിൽ തൃശ്ശൂരെ 3ാം സ്ഥാനത്താണ് ഇടം പിടിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവ യഥാക്രമം 5ഉം 7ഉം 10ഉം സ്ഥാനത്താണുള്ളത്. ISROയുടെ പട്ടികയിൽ 13ാം സ്ഥാനത്താണ് വയനാട്. ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ISRO സ്ഥാപനമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ 2023 ഫെബ്രുവരിയിലാണ് ഈ വിവരങ്ങൾ അടങ്ങുന്ന പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. 1998 മുതൽ 2022 വരെയുള്ള കാലയളവിൽ വിവിധ സമയങ്ങളിലായി നടന്ന ഉരുൾപൊട്ടലുകൾ ISROയുടെ പഠനം പരിശോധനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 2021 വയനാട്ടിൽ പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം സംഭവിച്ച ചില പ്രധാന ദുരന്തങ്ങളെയാണ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം പരിശോധിക്കുന്നത്. ISRO ലാൻഡ്സ്ലൈഡ് അറ്റ്ലസില് വയനാടിന് ശേഷമുള്ളത് എറണാകുളം ജില്ലയാണ്. 15ാം സ്ഥാനത്താണ് എറണാകുളം ഉള്ളത്. ഇടുക്കി 18ാം സ്ഥാനത്ത്, കോട്ടയം 24ാം സ്ഥാനത്ത്. ഇതൊക്കെ അപ്രോക്സിമേറ്റ് കണക്കുകൾ മാത്രമാണ്. പക്ഷേ പ്രകൃതിയുടെ ദുരന്തം എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ് ഉണ്ടാവുക എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. 26ാം സ്ഥാനത്ത് കണ്ണൂരുണ്ട്, 28ൽ തിരുവനന്തപുരവും. പത്തനംതിട്ടയുള്ളത് 33ാം സ്ഥാനത്താണ്, കാസർഗോഡ് 44ാം സ്ഥാനത്ത്, കൊല്ലം ജില്ല 48ാം സ്ഥാനത്തും ആലപ്പുഴ 138ാം സ്ഥാനത്തുമാണ് പട്ടികയിലുള്ള മറ്റു ജില്ലകളുടെ അവസ്ഥ. ഈ സെൻസസ് തയ്യാറാക്കിയിരിക്കുന്നതിനായി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പശ്ചിമഘട്ടവും ഹിമാലയൻ പ്രദേശങ്ങളും കേന്ദ്രം പ്രത്യേകമായി പരിശോധിച്ചിട്ടുണ്ട്. ഹിമാലയൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിലുകൾ കുറവാണെങ്കിലും ഉയർന്ന ജനസാന്ദ്രതയും ഗാർഹിക സാന്ദ്രതയും കാരണം പശ്ചിമഘട്ടത്തിലെ നിവാസികളും കുടുംബങ്ങളും നേരിടുന്ന അപകട സാധ്യത കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തില് പഠനവും പറയുന്നത് അതുതന്നെയാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് വനത്തെ നശിപ്പിച്ചതാണ്. കേരളത്തിലെ മനുഷ്യൻ വന്യജീവി സംഘർഷം പരിശോധിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇതിന്റെ സമീപകാല റിപ്പോർട്ടിൽ വയനാട് ജില്ലയിലെ വനഭൂമി നശിപ്പിക്കപ്പെട്ടതിന്റെ വ്യാപ്തി വളരെ എടുത്തു കാണിക്കുന്നുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മാനേജ്മെന്റ് പ്ലാൻ പ്രകാരം 1950 1811.35 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു വയനാട് ജില്ലയിലെ വനഭൂമി. 2021 അത് 863.86 ചതുരശ്ര കിലോമീറ്റർ ആയി ചുരുങ്ങാൻ കാരണം എന്താണ്? വനം നശിപ്പിച്ചതിന്റെ പേരിലല്ലേ ഇതൊക്കെ സംഭവിച്ചത്. 947.49 ചതുരശ്ര കിലോമീറ്റർ വനത്തിന്റെ വ്യാപ്തി കുറഞ്ഞിരിക്കുന്നു. ഈ കണക്ക് പ്രകാരം രേഖപ്പെടുത്തുന്നത് തോട്ടം, കൃഷി മുതലായവയുടെ വിസ്തൃതിയിൽ അതിനനുസരിച്ച് വർധനവുണ്ടായിട്ടുണ്ട്. ഇത് സസ്യജീവജാലങ്ങളുടെ ശിഥിലീകരണത്തിലേക്കും നയിച്ചിട്ടുണ്ട്. ഇതാണ് ഈ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 2022 CAGയുടെ കംപ്ലൈൻസ് ഓഡിറ്റ് റിപ്പോർട്ട് 2024 ജൂലൈ 11 കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോ നമ്മുടെ നാട് നശിക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ
ഇനി ജീവനോടെ ആരെയും രക്ഷിക്കാനില്ല എന്ന് രക്ഷാദൗത്യം പറയുന്നു. രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സൈന്യത്തെ ഉദ്ധരിച്ച് മുഖ്യമന്ത്രിയും ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ രക്ഷിക്കാനാകുന്ന എല്ലാവരെയും സ്വന്തം ജീവൻ പരിഗണിക്കാതെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിയുടെ പ്രതിസന്ധികളെയും പരിഗണിക്കാതെ രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് സേന അറിയിക്കുന്നത്. ഇവിടെ ഇനി ആരും ബാക്കിയില്ല. എന്നാൽ കാണാതായ ഒട്ടേറെ ആളുകൾ ഉണ്ടെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണമുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ നിലമ്പൂർ ഭാഗത്തേക്ക് ഒഴുകിപ്പോയ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചു എന്നത് തിരച്ചിൽ ദൗത്യത്തിന്റെ വിജയമാണ്. ഈ ശ്രമം തുടരുമെന്നും വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു. കുത്തിയൊലിച്ചു വന്ന മണ്ണ് നീക്കം ചെയ്ത് അടിയിൽ കുടുങ്ങിയ ആളുകളെ കണ്ടെത്തുന്നതിൽ തടസ്സം നേരിട്ടിരുന്നു. ആവശ്യമായ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയത് തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു. ബെയിലി പാലം പൂർത്തിയായത് തിരച്ചിലിന് വേഗം നൽകുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. വയനാടിനായി മന്ത്രിസഭാ ഉപസമിതി 4 മന്ത്രിമാർ ദുരന്ത മേഖലയിൽ തുടരുമെന്നാണ് അറിയുന്നത്. സർവകക്ഷി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ. ദുരന്തം ആളുകളിൽ ഉണ്ടാക്കിയ മാനസിക ആഘാതം പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണ്. അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് ആണ് നൽകേണ്ടത്. ആദിവാസി കുടുംബങ്ങളെ അനുനയിപ്പിച്ചു മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അവർക്ക് ഭക്ഷണം അവിടെ തന്നെ എത്തിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ട്രൈബൽ പ്രൊമോട്ടുമാരെ അതിനായി ഉപയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പുനരധിവാസത്തെക്കുറിച്ച് സർക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് രക്ഷാപ്രവർത്തനത്തിനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസ പ്രക്രിയ ശക്തമായി നടക്കുമെന്നും ക്യാമ്പുകൾ കുറച്ച് നാളുകളിലേക്ക് തുടരേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ദുരന്തത്തോട് അനുബന്ധമായി ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു ദുരന്തം പകർച്ചവ്യാധിയാണ്. അത് സംഭവിക്കാൻ പാടില്ല. ആരോഗ്യ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പാലിക്കുക, അതിനാവശ്യമായ ക്രമീകരണങ്ങൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഒരാള് പറയുന്നത്, ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ഒലിച്ചുപോയി, എല്ലാ രേഖകളും പോയി. ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രമല്ലേ ഈ രേഖയുടെ ആവശ്യമുള്ളൂ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെയാണ് അവര് സംസാരിക്കുന്നത്. കാരണം ഉറ്റവരും ഉടയവരും വെള്ളത്തിൽ മുങ്ങി ഒലിച്ചു പോകുന്നതും അവസാന ശ്വാസം എടുക്കുന്നതും അവര് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഈ സാഹചര്യത്തില് മനുഷ്യൻ ഏതൊക്കെ രൂപത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. കാരണം ഈ ഒഴുക്കിൽപ്പെട്ട് മരിച്ചുപോയ മാതാപിതാക്കളില് അവർക്ക് ഒരുപാട് കുഞ്ഞു മക്കൾ ഉണ്ടാകില്ലേ? ആ മക്കളെ സംരക്ഷിക്കണ്ടേ? വയനാട്ടിൽ സംഭവിച്ച ഭയാനകമായ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളക്കര. ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് മനുഷ്യരും അവരുടെ അതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും സമ്പാദ്യങ്ങളും കഷ്ടപ്പെട്ട് ഒരു കൂട്ടിയ കൂട്, വീട് എല്ലാം കോരിയെടുത്ത് മലവെള്ളം ഇല്ലാതാക്കുമ്പോൾ അവർ നിസ്സഹായരാണ്. അപകടം നടന്ന 3-ാം പകലിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴും ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിലാണ്. വയനാട്ടുകാർ ഇങ്ങനെ വേദനയിൽ ആണ്ടു നിൽക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ പുതിയ നിർവചനങ്ങൾ കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയാണ് കേരളം. ദുരന്തം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ സഹായധനം രൂപീകരിച്ചും സാധനങ്ങൾ എത്തിച്ചും മലയാളികളാകെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. തങ്ങളാലാകും വിധം എന്തും ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാണ്. അങ്ങനെ വയനാട്ടിലെ ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി മുലപ്പാല് നൽകാൻ വരെ തയ്യാറാകുകയാണ് പല ആളുകളും. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയായ തിരുവനന്തപുരം പാലോട് സ്വദേശിയായ അഖില വൈറലാകുകയാണ് മനുഷ്യത്വത്തിൽ. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരെ തന്റെ സന്നദ്ധത അറിയിക്കുന്നത്. സംഭവം നടക്കുന്ന ദിവസം രാത്രി എന്റെ ഭർത്താവ് മെസ്സേജ് അയച്ച് ചോദിച്ചു, അവിടെ ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്, നിനക്ക് കുറച്ച് മുലപ്പാല് കൊടുക്കാൻ പറ്റുമോന്ന്.
ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമ്പോഴാണ് ഭർത്താവ് ഇങ്ങോട്ടക്കാര്യം പറഞ്ഞത് എന്നവർ പറയുന്നു. എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ചേട്ടാ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നവര്. തിരുവനന്തപുരത്ത് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. പോയി കൊടുക്കാൻ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തിൽ അല്ലാതെ കൊടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ ഭർത്താവ് എന്നോട് പറയുകയായിരുന്നു എന്ന് അഖില നിറ കണ്ണുകളോടുകൂടി ഓർക്കുന്നു. കുഞ്ഞുമായി യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കൊടുത്തയക്കാൻ സാധിക്കുമോ എന്ന് അഖില അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ അങ്ങേയറ്റത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് 4 മാസമാണ് പ്രായം. വയനാട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരെയാണ്. കുഞ്ഞിന് മുലപ്പാല് കൊടുക്കേണ്ടതുണ്ട്. കുഞ്ഞിനെ എവിടെ പോയാലും കൊണ്ടുപോകണം. അതുകൊണ്ടാണ് കൊടുത്തയക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചത് അഖില പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെയെങ്കിലും സഹായിക്കാൻ സാധിച്ചാൽ, ഒരു കുഞ്ഞിന്റെയെങ്കിലും വിശപ്പകറ്റാൻ സാധിച്ചാൽ, അതിന്റെ നഷ്ടപ്പെട്ടു പോയ അമ്മയ്ക്ക് പകരമായി മാറോട് ചേർത്ത് അതിനൊരു ചെറിയ ചൂട് കൊടുക്കാൻ സാധിച്ചാൽ, നമ്മളൊക്കെ മനുഷ്യരല്ലേ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ചെറിയ കാര്യം ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ മുലപ്പാൽ നൽകാൻ താൻ തയ്യാറാണ് എന്ന് അഖില പറയുന്നു. കഴിഞ്ഞ ദിവസം ഇടുക്കി സ്വദേശിയായ ഭാവനയും ഭർത്താവ് സജിനും സമൂഹ മാധ്യമങ്ങളിലൂടെ സമാനമായ സാഹചര്യത്തിൽ സന്നദ്ധത കാണിച്ചു മുന്നോട്ട് വന്നിരുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് മുലപ്പാൽ നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നറിയിച്ചു. അതാണ് മനുഷ്യൻ ഏതെല്ലാം രൂപത്തിലാണ് ചിന്തിക്കുന്നത്, ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാകും മനുഷ്യന് സഹായം. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ ചിന്തിക്കാം, അങ്ങനെ അവർക്ക് വേണ്ടുന്ന സഹായം എത്തിക്കാം എന്നവർ ചിന്തിക്കുന്നു. മനുഷ്യൻ അങ്ങനെയാ. മലയാളിക്കര വീണ്ടും നമ്മളെ അതിശയിപ്പിക്കുവാണ്. ഒരു ദുരന്തം വന്നപ്പോൾ ഒരുമിച്ച് നിന്ന്. നാടിനെ നടുക്കിയ വയനാട് ദുരന്തം ഏറെ വേദനാജനകമാണ്, ഹൃദയഭേദകമാണ്. മസ്കറ്റ് KMCC പ്രസിഡന്റ് അഹമ്മദ് റഹീസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ മസ്കറ്റ് KMCC അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. ദുരന്ത മുഖത്ത് സഹായം എത്തിക്കുന്നതിന് സാധ്യമായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന വയനാട് പുനരധിവാസ സഹായ യജ്ഞത്തിന് മസ്കറ്റ് KMCC തുടക്കം കുറിച്ചതായി പ്രസിഡന്റ് അഹമ്മദ് റയീസ് അറിയിച്ചു. ഇങ്ങനെ ഓരോ മനുഷ്യനും ഒത്തുചേരുകയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതെ, കേരളം ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞു. വയനാട് ദുരന്തം അക്ഷരാർത്ഥത്തിൽ കേരളം വിറങ്ങലിച്ചിരിക്കുന്ന ഒരു ദുരന്തമാണ്. വയനാട് ജില്ലയിലുള്ളവർ ഏറെ ആളുകൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് ഒമാൻ. പലർക്കും തങ്ങളുടെ കുടുംബത്തെ നഷ്ടമായിരിക്കുന്നു. പലരെയും കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല. ഒരു പ്രദേശം മുഴുവനും പാറയും ചെളിയും വെള്ളവും വന്ന് നിറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ സുന്ദരമായി നിന്നിരുന്ന ഒരു ഗ്രാമം ഇന്ന് ഒലിച്ചുപോയി. കാണാതായ ആളുകളെ കണ്ടെത്താൻ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. അതിനിടയിൽ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനാണ് സുൽത്താൻ അനുശോചന സന്ദേശം അയച്ചത്. പ്രകൃതി ദുരന്തത്തിൽ ഇരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു എന്ന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അയച്ച സന്ദേശത്തിലുണ്ട്. അതേസമയം ചാലിയാർ പുഴയിൽ ഇന്നും തെരച്ചിൽ തീവ്രമായി തുടരുന്നു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് വേണ്ടിയാണ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. 7 ശരീരഭാഗങ്ങളാണ് ഇന്നത്തെ തെരച്ചിലിൽ കിട്ടിയത്. 3 ദിവസങ്ങളായി പുഴയിൽ വലിയ രീതിയിൽ തെരച്ചിലാണ് നടക്കുന്നത്. 54 മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയത്. ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് 2 ശരീരഭാഗങ്ങളാണ് ലഭിച്ചത്. നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപമുള്ള കളത്തിൻകടവ് കടവിൽ നിന്നും ഒരു ശരീരഭാഗം ലഭിച്ചു എന്ന് റിപ്പോർട്ട് രാവിലെ പുറത്തു വന്നു. മാത്രമല്ല പോത്തുകല്ല് മുണ്ടേരി ഭാഗങ്ങളിൽ നിന്ന് 3 ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. വയനാട്ടിൽ ഇന്നും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. സൈന്യം നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ഈ ദുരന്തത്തിൽ. അതെ, നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ ആരൊക്കെയോ ആയിരുന്ന ആളുകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലെങ്കിൽ പോലും അവരൊക്കെ നമ്മുടെ ആരൊക്കെയോ ആയിരുന്നു. ഏതൊക്കെയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന ആളുകൾ പോലും അനുശോചനം രേഖപ്പെടുത്തുവാണ്. ഇപ്പോഴിതാ അനുശോചനം അറിയിച്ച് ലോക രാജ്യങ്ങൾ എത്തുന്നു. ചൈന, മാലദ്വീപ്, റഷ്യ, തുർക്കി,
ഇവരൊക്കെ അനുശോചനം അറിയിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ മാധ്യമങ്ങളോട് പറയുന്നു. ദുരന്തത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു വ്ളാദിമിർ പുടിനും അനുശോചിച്ചിട്ടുണ്ട്. അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും അയച്ച സന്ദേശത്തിൽ എല്ലാവരും അറിയിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഉപകരണങ്ങൾ ആവശ്യമുണ്ട് എന്ന വിലയിരുത്തൽ നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും നടക്കുന്നു. അവശ്യ വസ്തുക്കൾ ശേഖരിച്ച് എല്ലാ സന്നദ്ധ രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥലത്തെത്തിക്കുന്നുണ്ട്. ഒന്നിനും ഒരു മുട്ടുമില്ലാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോ ഏതാണ്ട് 280 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രകൃതി ദുരന്തമായി തന്നെ, ദേശീയ ദുരന്തമായി തന്നെ ഇത് പ്രഖ്യാപിക്കണം എന്നും ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിപ്പോൾ ശശി തരൂർ MP കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. MP ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള മാർഗരേഖയുടെ ഖണ്ഡിക 8.1 പ്രകാരം അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ചാൽ എല്ലാ MP-മാർക്കും അവരുടെ MP ഫണ്ടിൽ നിന്നും 1 കോടി രൂപയുടെ വരെ പദ്ധതികൾ ദുരന്തബാധിത പ്രദേശത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ശുപാർശ ചെയ്യാൻ കഴിയുമെന്നാണ് ശശി തരൂർ പറയുന്നത്. ആകെ തകർത്തെറിയപ്പെട്ട ഗ്രാമങ്ങൾ പുനർനിർമ്മിച്ച് അതിജീവിതർക്ക് ആശ്വാസം എത്തിക്കേണ്ടത് രാജ്യത്തിന്റെ കടമയാണ് എന്നും ശശി തരൂർ ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പൊ MP ഫണ്ട് എടുക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണം എന്ന് ശശി തരൂർ പറയുന്നത്. ഇപ്പോ ഈ സാഹചര്യത്തിൽ നമ്മുടെ സൈനികരു മാത്രമല്ല, ഈ തീരാ നോവിൽ ഒരുപാട് ജനങ്ങൾ പങ്കുചേരുകയാണ്. ഒരുപാട് ജനങ്ങൾ, നമുക്കറിയുന്നതും അറിയാത്തവരുമായ ആളുകൾ വിവിധ നാടുകളിൽ നിന്നെത്തി ഈ പ്രകൃതി ദുരന്തത്തിൽ പങ്കുചേരുന്നു. നീന്താൻ അറിയുന്ന ആളുകൾ നീന്തിപ്പിടിച്ചും, ഒരു ചെറിയ പയ്യൻ, ഒരു താറാണെന്ന് തോന്നുന്നു, അതുപോലെ ഒരു വണ്ടിയിൽ വളരെ കൃത്യമായി ഒരുപാട് ആളുകളെ വണ്ടിയുടെ അകത്തും പുറത്തുമായി കയറ്റി രക്ഷപ്പെടുത്തുന്ന ദൃശ്യം നിറ കണ്ണുകളോടെയല്ലാതെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം തന്നാൽ കഴിയും വിധം എങ്ങനെയാണ് നമ്മുടെ നാടിനുണ്ടായ ഈ ദുരന്തത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നത് എന്നൊരു കൊച്ചു ബാലൻ ചിന്തിക്കുവാണ്. സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെ വയനാടിലെ ചൂരൽമലയും മുണ്ടക്കൈയും കടന്നു പോകുമ്പോൾ കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ മനസാക്ഷി മരിക്കാത്ത മനുഷ്യരും ഭരണാധികാരികളും ഈ ദുരന്തത്തിൽ പങ്കുചേരുവാണ്. ഒറ്റ നിമിഷം കൊണ്ട് ഉറ്റവരും ഉടയവരും മാത്രമല്ല, ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും കൺമുന്നിലൂടെ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്നത് എത്ര ഭയാനകമായ സ്ഥിതിയാണ്. പലരുടെയും ഉറ്റവരും ഉടയവരും ഒലിച്ചു പോകുന്നതും അവസാനം വെള്ളം കുടിച്ചു മണ്ണിനകത്ത്, വെള്ളത്തിനകത്ത്, മലയ്ക്കകത്ത്, മണ്ണിനകത്ത്, ചെളിക്കകത്ത് പൂന്തിപ്പോകുന്നതും കണ്ടുകൊണ്ട് നിൽക്കുന്ന സഹോദരങ്ങളുടെ മനസ്സിൽ നിന്നും എത്ര പെട്ടെന്നത് മായുമെന്നാണ്. മരണം വരെയും ഒരു നോവായി നിലനിൽക്കും ആ ഭയാനകമായ ആ ഒരു സീന്. ഉടുത്തിരുന്ന വസ്ത്രം മാത്രമാണ് ഇവർക്കിന്ന് സ്വന്തമായിട്ടുള്ളത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളും, ജീവിതം കരുപിടിപ്പിക്കാൻ ആവശ്യമായതെല്ലാം മറ്റുള്ളവരുടെ സഹായത്താൽ സ്വരൂപിക്കണം. അതൊക്കെ കിട്ടുമെന്ന് പറയാം. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടത് ഏത് കണക്കിൽ ഉൾപ്പെടുത്തും? ആയിരക്കണക്കിന് നിസ്സഹായരായ മനുഷ്യ ജന്മങ്ങൾ ഒഴുക്കുന്ന കണ്ണീര് കണ്ട് ഹൃദയവേദനയോടുകൂടി അത് നോക്കാനല്ലാതെ സാധിക്കുന്നില്ല. ഇവരെ സഹായിക്കാൻ ജനം സൗഹൃദ വേദിയും ജനം TV-യും കൈകോർക്കുന്നുണ്ട്. വയനാടിന്റെ കണ്ണീരൊപ്പാൻ ഒരുപാട് മനുഷ്യർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്, സംഘടനകൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്, രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ നൽകുന്ന സാധനങ്ങൾ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ തന്നെ എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് കൊടുക്കുന്ന നമ്മുടെ ബാധ്യതയാണ്. ദുരന്തമുഖങ്ങളിൽ മനുഷ്യരുടെ അത്താണിയായ, സേവനത്തിന്റെ പര്യായമായ ഒരുപാട് ദേശീയ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. സൗഹൃദ വേദി സേവാഭാരതിയുടെ കീഴിലുണ്ട്.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്, സ്നേഹനിധി പദ്ധതിയുണ്ട്. വയനാട്ടിലെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷണ സാമഗ്രികളുമാണ് ആവശ്യമെന്നാണ് അറിയുന്നത്. നമ്മളത് നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതുവഴി നമുക്ക് കൃത്യമായി അർഹതപ്പെട്ട ആളുകളിലേക്ക് സഹജീവികളോടുള്ള നമ്മുടെ എളിയ കരുതൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും നമ്മൾ സജ്ജരാണ്. ഇനിയും എത്ര പേര് ജീവനോടെ ഉണ്ട് എന്നറിയില്ല. എല്ലാവരും ജീവനോടെ ഉണ്ടാകട്ടെ. ജീവനോടെയുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. 280 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ വെറും 26 പേര് മരണപ്പെട്ടു. പിന്നീട് അത് 46 ആകുന്നു, പിന്നീട് അത് 100ലേക്ക് പോകുന്നു, ദ്രുതഗതിയിൽ 200ലേക്ക് പോകുന്നു. ഇപ്പോഴിതാ 280 നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. കാണാതായ ആളുകൾ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ എന്നറിയില്ല. രക്ഷിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും രക്ഷിച്ചു എന്നാണ് പട്ടാള മേധാവി പറയുന്നത്. ദുരന്ത ഭൂമിയിൽ ജീവനോടെ ആരുമില്ല എന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രിയും പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഗുരുതരമായ പ്രശ്നം മാനസിക ആഘാതമാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ്. ആവശ്യമായ കൗൺസിലിംഗ് അവർക്ക് നൽകും. നിലവിൽ അവർക്ക് നൽകി വരുന്നുമുണ്ട്. കൂടുതൽ പറ്റിയ ഏജൻസികളെ ചുമതലപ്പെടുത്തും. ചാലിയാറിൽ തിരച്ചിൽ തുടരാൻ തീരുമാനിച്ചെന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ കുറച്ചുനാൾ കൂടി തുടരുമെന്നും നല്ല രൂപത്തിൽ പുനരധിവാസം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കാണാതായ ഒട്ടേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. മരണപ്പെട്ടവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഭാഗം ചിതറിയ ശരീരമാണ് കിട്ടിയത്. ഇത് ഏത് മുഖത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രദേശത്തേക്ക് കടന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾക്ക് ആവശ്യമായ മെഷീൻ ഉണ്ടായില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു വില്ലനായി നിന്നു. ബെയിലി പാലം വന്നതോടെ ഒരു പരിധിവരെ അതിന് പരിഹാരമായി. ഇനി അതിലൂടെ മിഷനറികൾ കടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചാലിയാർ പുഴയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത് തുടരുന്നുണ്ട്. പുനരധിവാസം ഫലപ്രദമായി നടത്തേണ്ടുന്ന ഒരു കാര്യമാണ്. നിലവിൽ ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കുന്നുണ്ട്. അത് സ്ഥിരവാസമല്ല. കൃത്യമായി അവരെ പുനരധിവസിപ്പിക്കും. മുൻ അനുഭവം വെച്ച് കൂടുതൽ നല്ല നിലയിൽ അത് സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്യാമ്പ് കുറച്ചുനാൾ കൂടി ഈ രൂപത്തിൽ തുടർന്നേ മതിയാകും. ഓരോ കുടുംബത്തിനും അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ വിധത്തിലുള്ള ക്യാമ്പായിരിക്കും ഉണ്ടാക്കുക. ക്യാമ്പിനകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. കാണണമെങ്കിൽ അവരെ പുറത്തു വിളിച്ച് കാണണം. ആളുകളെ കാണാൻ വരുന്നവരും അകത്ത് കടക്കരുത്. അവരെ ക്യാമ്പിന് പുറത്ത് വെച്ച് കാണുക. അങ്ങനെ അവർക്ക് എന്തെങ്കിലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ പുറത്തായിക്കോ. ഈ ക്രമീകരണമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ആവശ്യമായ സഹായം അവർക്ക് എത്തിക്കുന്നുണ്ട്. അതേസമയം നേരിട്ടുള്ള സഹായം അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവും ഉണ്ടാകരുത്. നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കും. കുട്ടി എവിടെയാണ് അവിടെ ഇരുന്ന് തന്നെ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സജ്ജീകരണം വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ ഭരണകൂടവും സ്വീകരിക്കും. നാം വലിയ ഒരു ദുരന്തത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകരുത്. പകർച്ചവ്യാധികൾ തടയപ്പെടണം. എല്ലാവരും സഹകരിക്കണം. ആരോഗ്യ വകുപ്പ് ഒരുപാട് മുന്നറിയിപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലമൊക്കെ ഒഴിവാക്കണം. മൃതശരീരം തിരിച്ചറിയേണ്ട സ്ഥലത്ത് അനാവശ്യമായ ആൾക്കൂട്ടം വേണ്ട. ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ധാരാളം വീട്ടുമൃഗങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. അവയെ കൃത്യമായി സംസ്കരിക്കാൻ സാധിക്കണം. ഏതാനും ആഴ്ചകൾ കൊണ്ട് എല്ലാം പരിഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മന്ത്രിസഭ ഉപസമിതി തുടർന്ന് പ്രവർത്തിക്കണം. റവന്യൂ, വനം, PWD, SC/ST മന്ത്രി എന്നിവർ ഉപസമിതിയായി പ്രവർത്തിക്കും. പ്രത്യേക ചുമതലയായി ശ്രീറാം സാംബശിവറാവു തുടർന്ന് പ്രവർത്തിക്കും. കൗശിക് ദുരന്ത നിവാരണ സേനയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. വീടിനൊപ്പം സർട്ടിഫിക്കറ്റ് നടത്തുന്നവർക്ക് മുൻകാലത്തെ പോലെ അത് പുനഃസൃഷ്ടിച്ചു കൊടുക്കും.
ഏകോപിതമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും ബെയ്ലി പാലത്തെ കുറിച്ചിട്ടാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. എന്താണ് ബെയ്ലി പാലത്തിന്റെ പ്രത്യേകത? വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തെ സജീവമാക്കുന്നതിൽ നിർണായകമായ പങ്കാണ് ഇപ്പോൾ സൈന്യം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബെയ്ലി പാലത്തിനുള്ളത്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൂര് പ്രതിരോധ സുരക്ഷാ സേനയിലെ DSC ക്യാപ്റ്റൻ പുരൻ സിംഗ് നഥാവത്താണ് നിർമ്മാണ ബെയ്ലി പാലത്തിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. മുണ്ടക്കൈയിൽ 190 അടി നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത്. നീളം കൂടുതലായതുകൊണ്ട് പുഴയ്ക്കു മധ്യത്തിൽ തൂണ് സ്ഥാപിച്ചിട്ടാണ് പാലം നിർമ്മിക്കുന്നത്. ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലാണ് കൊണ്ടുവന്നത്. ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ താൽക്കാലികമായി പണിയുന്ന പാലമാണ് ബെയ്ലി. ഉരുക്കുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന സവിശേഷമായ പാലമാണിത്. പ്രധാനമായും ദുർഘട സന്ദർഭങ്ങളിൽ പാലം ഒലിച്ചു പോകുകയും റോഡുകൾ തകരുകയും ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴും സൈനിക ആവശ്യങ്ങൾക്കു വേണ്ടിയുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത്. ആദ്യമേ തയ്യാറാക്കി വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെ എത്തിച്ച് കൂട്ടിച്ചേർത്താണ് ബെയ്ലി പാലം സജ്ജമാക്കുന്നത്. താൽക്കാലികമായി തയ്യാറാക്കുന്ന ഇത് എടുത്തു മാറ്റാവുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഉരുക്കും തടിയുമാണ് പാലം നിർമ്മിക്കാൻ പ്രധാനമായും വേണ്ടത്. അടിയന്തര ഘട്ടങ്ങളിൽ വളരെയധികം പ്രയോജനകരമാണിത്. സാധാരണഗതിയിൽ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് 40 ടൺ, ക്ലാസ് 70 ടൺ എന്നിങ്ങനെ ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ചിട്ടാണ് പാലം നിർമ്മിക്കപ്പെട്ടത്. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം നിർമ്മിക്കുന്നത്. വടക്കൻ ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് സൈന്യത്തിനായി ആദ്യ പാലം നിർമ്മിക്കപ്പെട്ടു. ആദ്യമായി ഈ പാലം നിർമ്മിച്ചത് ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും ഇടയ്ക്കുള്ള ചതുപ്പ് പ്രദേശത്തെ, അതായത് സ്റ്റാൻഡ് പിച്ച് ചതുപ്പുകൾ എന്നാണ് അത് അറിയപ്പെടുന്നത്, അതിന് കുറുകെ മുറിക്കുന്ന മദർ സില്ലേസ് ചാനലിന് മുകളിലൂടെയാണിത്. ഡൊണാൾഡ് ബെയ്ലിയെ സംബന്ധിച്ച് പാലം നിർമ്മിക്കുക എന്നതൊരു ഹോബിയായിരുന്നു. അതിൽ ഒരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിലെ സാധ്യതകൾ മനസ്സിലാക്കി അദ്ദേഹം അത് നിർമ്മിക്കാൻ ഡൊണാൾഡ് ബെയ്ലിക്ക് അനുമതി നൽകുകയും ചെയ്തു. മിലിറ്ററി എഞ്ചിനീയറിംഗ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഈ പാലം ഉണ്ടാക്കി പരീക്ഷിച്ചു. താങ്ങുപാലം, ആർച്ചുപാലം, പരന്ന ട്രസ്റ്റ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും പാലം നിർമ്മിച്ചു നോക്കി. അതിവേഗത്തിൽ നിർമ്മിക്കാമെന്നതും നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളതുമാണ് ബെയ്ലി പാലത്തിന്റെ ഹൈലൈറ്റ്. ആദ്യമേ തയ്യാറാക്കപ്പെട്ട ഇതിന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട. തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടുമാണ് ഇവയുടെ ഓരോ ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പൊതുവിൽ ഭാരം കുറഞ്ഞ ഇത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല. ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതുകൊണ്ട് കൈകൊണ്ട് തന്നെ വച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ക്രെയിനിന്റെ ആവശ്യം പോലുമില്ല. ഇതൊക്കെയാണെങ്കിലും സുരക്ഷയ്ക്കോ ഉറപ്പിനോ ഒരു വിട്ടുവീഴ്ചയും ബെയ്ലി പാലം തയ്യാറല്ല. ഇതിലൂടെ വലിയ ടാങ്കുകളെ വരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെയധികം കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ്, കനേഡിയൻ, അമേരിക്കൻ കരസേനയാണ്. ഇന്ത്യയിൽ ആദ്യമായി സൈനികർക്ക് ആവശ്യമായ ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ്. ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലാണ് നിർമ്മിച്ചത്. അതിന് 30 മീറ്റർ, അതായത് 98 അടി നീളമുണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 5602 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആർമി ആയിരുന്നു ഇതിന്റെയും നിർമ്മാണം. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിൽ തന്നെയാണ്. പമ്പാ നദിക്ക് കുറുകെയായിരുന്നു അത്. പത്തനംതിട്ട റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം ഇത്തരം ഒരു പാലം താൽക്കാലികമായി സൈന്യം നിർമ്മിച്ചത്. അടുത്ത 2 മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കടന്നത്. 1996 നവംബർ 8 റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത്. എല്ലാ രൂപത്തിലും
ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പൊരുതുകയാണ് ഈ ഒരു പ്രയാസത്തിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി. ഇത് മാത്രമല്ല, നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് അപകടങ്ങൾ ഈ മഴ മൂലം തന്നെ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ വയനാട്ടിൽ മാത്രമാണ് എന്ന് നമ്മൾ ധരിച്ചു പോയി. അല്ല, തൃശ്ശൂരിലെ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ട് എന്ന മുന്നറിയിപ്പ് വടക്കാഞ്ചേരി അകമലയിലെ ജനങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോ എന്ന പ്രവചന കഥ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ഓർമ്മയാകില്ല, വെള്ളാർമലയിൽ പുതിയ സ്കൂൾ കെട്ടിടം ഉയരുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. വയനാടിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുമായി കുറെ ആളുകൾ ഒരു ഭാഗത്തുണ്ട്, പ്രയത്നവുമായി മറ്റൊരു ഭാഗം ആളുകളുണ്ട്, സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പോ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ആ ഒരു കുറവ് നികത്താൻ മുലപ്പാല് നൽകാൻ വരെ അമ്മമാരും റെഡിയാണ്. അങ്ങനെ എല്ലാ രൂപത്തിലും മനുഷ്യൻ ഒരുമിക്കുന്ന വല്ലാത്ത ഒരു സീനാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ന്യൂസ് നൽകി ജനങ്ങളെ അറിയിച്ച ഒരുപാട് മാധ്യമങ്ങളുണ്ട്. പക്ഷേ വാർത്തകൾ വൈറലാക്കാൻ അത് സഹായകമായെങ്കിലും ഫേക്കായിട്ടുള്ള വാർത്തകളും ധാരാളം വരുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ഏത് വാർത്തയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ഏതാണ് സത്യസന്ധമായ വാർത്ത എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് 280 പേരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയല്ലാതെ ആ മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് ക്ഷമയും സമാധാനവും തിരിച്ചു കിട്ടട്ടെ എന്നല്ലാതെ ഒന്നും പറയാനില്ല. നന്ദി.